Hello, welcome back to Grow with Baby Kia. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് റെസ്പെക്റ്റ് യുവർ ബേബീസ്. ബേബീസ് ആർ ഹ്യൂമൻ ബീങ്സ് as well. അവരും മറ്റൊരു ഇൻഡിവിജ്വൽസ് ആണല്ലേ. അപ്പം വി ഹാവ് ടു റെസ്പെക്ട് ദം. അല്ലാതെ ദേ ആർ നോട്ട് ടോയ്സ് ദാറ്റ് വി ടേക്ക് ദം ഫോർ ഗ്രാൻറ്റഡ്. അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഇഷ്ടം പോലെ പെരുമാറാൻ അവർ ഏതെങ്കിലും ടോയ്സ് ഒന്നുമല്ല. ദേ ആർ ഹ്യൂമൻ ബീങ്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വി ഹാവ് ടു റെസ്പെക്ട് ദം ആസ് അനദർ പേഴ്സൺ. മൈനർ അല്ലേ, ചെറിയ ബേബി അല്ലേ, സോ ഇത്രയൊക്കെ മതി എന്നൊന്നും വിചാരിച്ച് നമ്മൾ അവരുടെ അടുത്ത് പെരുമാറാൻ പാടില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് മാറണം. ഇന്ന് നമ്മൾ നോക്കുന്നത് 6 ways in which we can show respect to our babies. Okay, first way, soft hands. Okay, അപ്പോൾ എന്താണ് ഈ സോഫ്റ്റ് ഹാൻഡ്സ്? നമ്മളെപ്പോഴും അവരെ സോഫ്റ്റ് ആയിട്ട് വേണം ഹാൻഡിൽ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ അവരെ ലിഫ്റ്റ് ചെയ്യുകയാണെന്ന് വെച്ചോ, അപ്പോൾ നമ്മൾ അവരുടെ ഹാൻഡ്സ് അല്ലെങ്കിൽ ആംപിറ്റ്സ് കൂട്ടിയിട്ട് വേണം അവരെ മുകളിലേക്ക് പൊക്കാൻ. അല്ലെങ്കിൽ നേരെ ഷോൾഡറിൽ പിടിച്ച് അല്ലെങ്കിൽ കൈ പിടിച്ച് അവരെ ഒരിക്കലും ഫിസിക്കലി വേദനിപ്പിക്കുന്ന രീതിയിൽ അവരെ ലിഫ്റ്റ് ചെയ്യുകയോ അങ്ങനെയൊന്നും ചെയ്യരുത്. ഫിസിക്കലി അവർക്ക് എന്തെങ്കിലും വേദന വന്നാൽ ഇറ്റ്സ് ലൈക്ക് ഡിസ്റെസ്പെക്റ്റിംഗ് ദം. ഓക്കെ, അങ്ങനെ ചെയ്യരുത്. വി ഹാവ് ടു ബി സോഫ്റ്റ് ആൻഡ് ജെൻറ്റിൽ. അപ്പം അങ്ങനെ വേണം നമ്മൾ ചെയ്യാൻ. പോയിന്റ് നമ്പർ 2, ലിസൺ. ഓക്കെ, നമ്മളെന്തെങ്കിലും ബിസി ആയിരിക്കും, നമ്മൾ ചിലപ്പോൾ ഫോണിൽ ചാറ്റ് ചെയ്യായിരിക്കും, നമ്മൾ വർക്കിൻ്റെ എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് കാര്യത്തിലായിരിക്കും. അപ്പം പല പ്രാവശ്യം അവർ നമ്മളുടെ അടുത്തേക്ക് ഓടി വരുന്നത് കാണാം. അപ്പം വി ഹാവ് ടു ലിസൺ ടു ദെയർ വേർഡ്സ്, ദെയർ ഫേഷ്യൽ എക്സ്പ്രഷൻസ്, ദെയർ ആക്ഷൻസ്. നമ്മളെല്ലാം അവരുടെ ഹാൻഡ്, ലെഗ്സ്, അവരുടെ എക്സ്പ്രഷൻസ്, എല്ലാ കാര്യങ്ങളും നമ്മൾ നോട്ടീസ് ചെയ്യണം. അതൊക്കെ നമ്മൾ ലിസൺ ചെയ്യണം. പിന്നെ ലിസൺ ചെയ്യുമ്പോൾ ഒരിക്കലും എന്താ പറഞ്ഞത് വേഗം പറഞ്ഞിട്ട് ആ ഒരു ആറ്റിറ്റ്യൂഡിലല്ല. വി ഹാവ് ടു റിയലി ലിസൺ ടു ദം. ഓക്കെ, ദേ വാല്യൂ അസ് സോ മച്ച് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ വി ഹാവ് ടു വാല്യൂ ദം ബാക്ക്. പോയിന്റ് നമ്പർ 3, യൂസ് കൈൻഡ് വേർഡ്സ് ഈവൻ വെൻ സെറ്റിംഗ് എ ലിമിറ്റ്. ഓക്കെ, ചില സമയത്ത് നമ്മുടെ ടെമ്പർ പോവും അല്ലേ. നമ്മളും ഹ്യൂമൻ ബീങ്സ് ആണ്, നമുക്ക് ചിലപ്പം ദേഷ്യം, ഇറിറ്റേഷനൊക്കെ വരും. പക്ഷേ വി നീഡ് പേഷ്യൻസ്, വി നീഡ് സെൽഫ് കൺട്രോൾ. ദേ ആർ അവർ കിഡ്സ്, നോട്ട് എനിമീസ്. ഓക്കെ, ചിലപ്പം അവർ നമ്മളെ സ്ലാപ്പ് ചെയ്യും, ചിലപ്പോൾ നമ്മളെ നുള്ളും, ചിലപ്പം അവർ ഉപദ്രവിക്കും. അതൊക്കെ അവരുടെ ചില എക്സ്പ്രഷൻസ് മാത്രമാണ് അല്ലേ. അപ്പം ചില പാരൻസ് അതുപോലെ തിരിച്ചൊരെണ്ണം കൊടുക്കും. അത് ഒരിക്കലും ചെയ്യരുത്. വി ഷുഡിൻ ഹേർട്ട് ദം. അപ്പം അവർ നമ്മളെ അങ്ങനെ നമ്മുടെ അടുത്ത് എങ്ങനെ പെരുമാറുന്നു അങ്ങനെ തന്നെ തിരിച്ച് പെരുമാറണമെന്നല്ലല്ലോ. ദേ ആർ ബേബീസ് അല്ലേ. അപ്പം നമ്മൾ തിരിച്ച് വി ഹാവ് ടു ബി വെരി പേഷ്യൻറ്റ് ആൻഡ് പൊലൈറ്റ് ആൻഡ് മേക്ക് ദം അണ്ടർസ്റ്റാൻഡ് എവിടെയാണ് ദേ ആർ റോങ്. അത് നമ്മൾ വളരെ പൊലൈറ്റായിട്ട് വേണം അവരെ മനസ്സിലാക്കിക്കാൻ. പോയിന്റ് നമ്പർ 4, നെവർ ഫോഴ്സ് ദം ടു ഡു തിങ്സ് ദാറ്റ് ദേ ഡു നോട്ട് ലൈക്ക്. ഓക്കെ, അല്ലെങ്കിൽ അവർക്ക് തീരെ താല്പര്യമില്ലാത്ത, അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ അവരെ നിർബന്ധിച്ച് ചെയ്യിക്കരുത്. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മുടെ കുട്ടിക്ക് ഒരു ഫ്രണ്ടിൻ്റെ സൈക്കിളിൽ ഇരിക്കാൻ താല്പര്യമില്ല, പേടിയായിരിക്കും ചിലപ്പോൾ അതിൻ്റെ റീസൺ. അപ്പോൾ നമ്മൾ അവനിരിക്കാലോ, അവൻ കയറുന്നുണ്ടല്ലോ, നീ എന്താ ചെയ്യാത്തത്, ചീത്ത കുട്ടി, അങ്ങനെയൊന്നും നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ല. അതുപോലെ മറ്റൊരു എക്സാമ്പിളാണ്, ഇഫ് യുവർ കിഡ് ഡോണ്ട് ലൈക്ക് ഗിവിങ് കിസ് അല്ലേ, ഫ്ലൈയിങ് കിസ്സൊക്കെ നമ്മൾ കൊടുപ്പിക്കും. അപ്പം നെയ്ബേഴ്സ്, ഫ്രണ്ട്സ്, ഫാമിലി ഒക്കെ വരുമ്പം അവർക്ക് കിസ് കൊടുക്കാൻ ഇഷ്ടമില്ലെങ്കിൽ ഡോണ്ട് ഫോഴ്സ് ദം ടു ഡു. യു ക്യാൻ ടീച്ച് ദം ഹൗ ടു ഡു. ഓക്കെ, എങ്ങനെ ചെയ്യണം എന്ന് നമുക്ക് പഠിപ്പിക്കാം. പക്ഷേ അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇറ്റ്സ് ദെയർ ചോയ്സ്. ഓക്കെ, അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി. അവരുടെ ചോയ്സും നമ്മൾ എപ്പോഴും റെസ്പെക്റ്റ് ചെയ്യണം. ഈച്ച് ആൻഡ് എവ്രി വൺ ഹാസ് ദെയർ ഓൺ യുണീക്ക് ഐഡൻറ്റിറ്റി. അപ്പം നമ്മൾ പാരൻസിൻ്റെ ഒരു മിനി കാർബൺ കോപ്പി പോലെയല്ല നമ്മൾ ഒരിക്കലും അവരെ റേസ് ചെയ്യേണ്ടത്. ദേ ഷുഡ് ഹാവ് ദെയർ ഓൺ ഒപ്പീനിയൻസ്, ദെയർ ഓൺ ചോയ്സ്, ദെയർ ഓൺ ഇൻഡിവിജ്വാലിറ്റി. അങ്ങനെ വേണം നമ്മൾ അവരെ റേസ് ചെയ്യാൻ. പോയിന്റ് നമ്പർ 5, ഷോ എംപതി. ഓക്കെ, അവർ ചിലപ്പം വീണിട്ടൊക്കെ കരഞ്ഞിട്ടൊക്കെ വരും. അപ്പോൾ അവർ കരയുന്നത് ചിലപ്പം അവർക്ക് വേദനിച്ചിട്ടായിരിക്കില്ല, അവർ പേടിച്ചിട്ടായിരിക്കും. ചിലപ്പോൾ അവർ വേദനിച്ചതിനെക്കാട്ടും കൂടുതൽ അവർ കരഞ്ഞെന്ന് വരും. അപ്പോൾ അവർ വളരെ ഹേർട്ടായിട്ട് നമ്മുടെ അടുത്ത് വരുമ്പം we have to show empathy. Some parents they don't talk about that much അല്ലേ, അത് സാരമില്ല എന്ന് പറഞ്ഞിട്ട് അതങ്ങ് തള്ളിക്കളയും, വിടും. അപ്പോൾ ചിലപ്പോൾ അവർ കരയുന്നത് നമ്മുടെ ഒരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമായിരിക്കും, ഹേർട്ട് ആയതുകൊണ്ട് ആവണമെന്ന് തന്നെ ഇല്ല. അവർക്ക് എംപതി എന്ന് പറയുന്ന ക്വാളിറ്റി ഉണ്ടാവണമെങ്കിൽ വി ഹാവ് ടു ടീച്ച് ദം. വി ഹാവ് ടു റെസ്പെക്ട് ദം, വി ഹാവ് ടു ടീച്ച് ദം. ഇപ്പം എവിടെയെങ്കിലും ഹേർട്ടായി എന്നവർ പറയുകയാണെങ്കിൽ നമ്മൾ അവരെ കൺസോൾ ചെയ്തിരിക്കണം, അവർ ഹേർട്ടായാലും ഇല്ലെങ്കിലും.
നമ്മുടെയൊക്കെ ചൈൽഡ്ഹുഡ് ഡേയ്സിൽ നമുക്ക് ഓർമ്മയുണ്ടാവും, നമ്മൾ വീഴോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഹേർട്ടായിട്ട് നമ്മൾ പാരൻസിനോട് പേടിച്ച് പറയാതിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മയുണ്ടാവും അല്ലേ? കാരണം പറഞ്ഞാൽ നല്ല അടി കിട്ടും അല്ലെങ്കിൽ വഴക്ക് കിട്ടും എന്ന് പേടിച്ചിട്ട് നമ്മൾ പറയാതിരിക്കും. സോ അങ്ങനെയല്ല, വി ഹാവ് ടു ഗിവ് സ്പേസ്. ഓക്കെ, അപ്പോൾ അവർ നമ്മുടെ അടുത്ത് എല്ലാം പറയുന്ന ഒരു രീതിയിലേക്ക് ആയിക്കോളും. പോയിന്റ് നമ്പർ 6, ഡു നോട്ട് ട്രൈ ടു ചേഞ്ച് ദം. ഓക്കെ, വൈൽ ഡൂയിങ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഏതെങ്കിലും ആക്ടിവിറ്റീസ് നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് നമ്മൾ അവരെ ചേഞ്ച് ചെയ്യാൻ നോക്കല്ല ചെയ്യേണ്ടത്. വി ക്യാൻ ടീച്ച് ദം സ്കിൽസ്. ഓക്കെ, ദാറ്റ് ഡസൻറ്റ് മീൻ വി ഹാവ് ടു ചേഞ്ച് ദെയർ ക്യാരക്ടർ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ബിഹേവിയർ അല്ലെങ്കിൽ അവരെ ചേഞ്ച് ചെയ്യണമെന്നല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? വി ഹാവ് ടു പ്രൊവൈഡ് ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ലെറ്റ് ദെം ഡു ഇറ്റ്. ഓക്കെ, അവരാണ് ചെയ്യേണ്ടത്. നമ്മൾ ആ ഓപ്പർച്യൂണിറ്റി ചെയ്തു കൊടുക്കുക, അവർ അവരുടെ സക്സസ് തനിയെ കണ്ടുപിടിക്കട്ടെ. സോ അതാണ് റെസ്പെക്റ്റ് യുവർ ബേബീസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ ഇൻഫർമേറ്റീവ് ആയിരുന്നു എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക ആൻഡ് ഓൾസോ പ്രസ് ദി ബെൽ ഐക്കൺ. ടിൽ ദ നെക്സ്റ്റ് വീഡിയോ, ബൈ. ഹലോ, നമസ്കാരം. ഗ്രോ വിത്ത് ബേബി കിയ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് കുട്ടികളിൽ എങ്ങനെ വൊക്കാബുലറി ഡെവലപ്പ് ചെയ്യാം വിത്തൗട്ട് സ്ക്രീൻ ടൈം. നമ്മളിവിടെ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ കിയ ബേബിയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കിയാലോ. ഒരു 1 മുതൽ 1.5 വയസ്സ് വരെയുള്ള കുട്ടി അവരുടെ വൊക്കാബുലറി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കേൾക്കേണ്ട ചില റൈംസ് ആണ് നമ്മൾ ഇന്നിവിടെ പറയുന്നത്. നമുക്കറിയാം, യൂട്യൂബിൽ അല്ലെങ്കിൽ വെബിൽ നമുക്ക് ഒരുപാട് റൈംസ്, ലോട്ട്സ് ആൻഡ് ലോട്ട്സ് ഓഫ് റൈംസ് ആർ അവൈലബിൾ ടു അസ് അല്ലേ? ഒരുപാട് റൈംസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. പക്ഷേ ദ റൈംസ് വി ടോക്ക് അബൌട്ട് ടുഡേ ആർ റൈംസ് വിച്ച് ഹാവ് ബീൻ കെയർഫുള്ളി സെലക്റ്റഡ് വിത്ത് മച്ച് എഫേർട്ട് ആൻഡ് റിസർച്ച്. ഒരുപാട് റിസർച്ച് ചെയ്ത് സെലക്ട് ചെയ്തിട്ടുള്ള ചില റൈംസ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പിന്നെ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ റൈംസ് ഒക്കെ നമ്മൾ എങ്ങനെയാണ് കുട്ടികൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്? സ്ക്രീൻ ടൈം കൂട്ടിയിട്ടാണോ? നെവർ, ഒരിക്കലും ചെയ്യരുത്. നമ്മൾ ഒരിക്കലും സ്ക്രീൻ ടൈം കൂട്ടിയിട്ട് വൊക്കാബുലറി ഇംപ്രൂവ് ചെയ്യാൻ പാടില്ല. അത് മാക്സിമം അവോയ്ഡ് ചെയ്യുക, ഒഴിവാക്കുക. അത് മാക്സിമം കുറച്ച് കൊണ്ടുവരിക. കാരണം ഈ പ്രായത്തിൽ അവരെന്ത് ശീലിക്കുന്നോ അത് അവരുടെ ക്യാരക്ടറായിട്ട് മാറും. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ശീലങ്ങളൊക്കെ ഈ പ്രായത്തിലെ ഒഴിവാക്കണം. നമ്മൾ കൂടുതൽ സ്ക്രീൻ ടൈം കുട്ടികൾക്ക് അനുവദിച്ചു കൊടുത്താൽ അവർക്ക് കാർട്ടൂൺ സിൻഡ്രോം വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതവരുടെ ഓവറോൾ ഡെവലപ്മെൻറ്റിനെ തീർച്ചയായിട്ടും ബാധിക്കുകയും ചെയ്യും. അപ്പം ചില റൈംസ് നമുക്ക് നോക്കാം. Clap your hands, clap your hands. Listen to the music and clap your hands. ഇവിടെ നമ്മുടെ വൊക്കാബുലറി എന്തൊക്കെയാണ്? ക്ലാപ്പ്, ഹാൻഡ്സ്. അപ്പോൾ ഇങ്ങനത്തെ ആക്ഷൻ വേർഡ്സ് ഒക്കെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അടുത്തത് ഗുഡ് മോർണിംഗ് സോങ്. ഗുഡ് മോർണിംഗ് സോങ്ങിലൂടെ നമുക്ക് വിഷസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഗുഡ് മോർണിംഗ് അല്ലേ? ഇത്തരം വിഷുകൾ, വേവിങ് അവർ ഹാൻഡ്സ്, ഇതൊക്കെ നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഐ ആം എ ലിറ്റിൽ മങ്കി. അപ്പം മങ്കി, ആനിമൽ, മങ്കീൻ്റെ ആക്ഷൻസ്, ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് അവരെ പഠിപ്പിക്കാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മൾ റൈംസിലൂടെ വൊക്കാബുലറി ഇംപ്രൂവ് ചെയ്യേണ്ടത്. ഇങ്ങനത്തെ ഒരുപാട് റൈംസിൻ്റെ ഒരു ലിസ്റ്റ് ഈ വീഡിയോയിൽ ഞങ്ങൾ തരുന്നതായിരിക്കും. അതിനു മുമ്പ് ഈ റൈംസൊക്കെ ഈ റൈംസിലൂടെ എങ്ങനെയാണ് കുട്ടികളെ വൊക്കാബുലറി ഇംപ്രൂവ് ചെയ്യുന്നതെന്നും കൂടെ നമുക്ക് നോക്കാം. വൊക്കാബുലറി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ഈ വീഡിയോസ് പ്ലേ ചെയ്യണം. ഓക്കെ, കുട്ടികളുടെ മുമ്പിൽ പ്ലേ ചെയ്യണം. കുട്ടികളുടെ മുമ്പിൽ പ്ലേ ചെയ്യണമെന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക, സ്ക്രീനിൽ അവർക്ക് വെച്ചു കൊടുക്കാനല്ല, പ്ലേ ചെയ്യുക. എന്നിട്ട് അവരുടെ മുൻപിൽ ആക്ഷൻ കാണിച്ച് നമ്മൾ റോൾ പ്ലേ ചെയ്യണം. ഓക്കെ, അവിടെ ഡയറക്റ്റ് ആക്ഷനാണ്, നമ്മൾ റോൾ പ്ലേ ചെയ്യാണ്. വീഡിയോ അവർ കാണുന്നില്ല. ദേ ഷുഡൻറ്റ് വാച്ച് ദ വീഡിയോ. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിയുമ്പോൾ ചില വേർഡ്സ് ലൈക്ക് ഹാൻഡ്സ്, ഹെഡ്, ഇതൊക്കെ എന്താണെന്ന്
അവർ നാച്ചുറലായിട്ട് പഠിക്കും. അങ്ങനെ അവരുടെ വൊക്കാബുലറി ഇംപ്രൂവ് ആവും. ഒരു എക്സാമ്പിൾ നോക്കാം. ഇഫ് യു ആർ ഹാപ്പി ആൻഡ് യു നോ ഇറ്റ്, ക്ലാപ്പ് യുവർ ഹാൻഡ്സ്. അപ്പോൾ നമ്മൾ ക്ലാപ്പ് ചെയ്യുന്ന ആക്ഷൻസ് കാണിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ആക്ഷൻസ് കണ്ടിന്യൂസ് ആയിട്ട് കാണിച്ചു കൊടുത്താൽ കുറച്ച് കഴിഞ്ഞ് നമ്മൾ അവരുടെ ഹാൻഡ്സ് എന്താ ചോദിച്ചാൽ അവർ ഹാൻഡ്സ് ഇതാണെന്ന് പറയും. ക്ലാപ്പ് എന്നുള്ള ആക്ഷൻ ചെയ്യാൻ പറയുമ്പോൾ അവർ ക്ലാപ്പ് ചെയ്യും. അവർ നമ്മളെ എപ്പോഴും നമ്മൾ ചെയ്യുന്നത് നോക്കി ഇമിറ്റേറ്റ് ചെയ്ത് നാച്ചുറലായിട്ട് അവർ പഠിക്കും. ഇനി നമ്മൾ അവരോട് ഹാൻഡ്സ് എന്താണ് എന്ന് ചോദിച്ചാൽ അവർ കൈപൊക്കി കാണിക്കും. ഇതാണ് ഹാൻഡ്സ് എന്ന് അവർ പറയും. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? അവർ വൊക്കാബുലറി പഠിച്ചു കഴിഞ്ഞു. ദർ ഈസ് നോ കാർട്ടൂൺ എഫക്റ്റ്. കാർട്ടൂൺ എഫക്റ്റ് ഇല്ല, സ്ക്രീൻ ടൈം ഇല്ല. ദേ ഹാവ് എക്സ്പോഷർ ടു നാച്ചുറൽ വേൾഡ്, അല്ലേ, റിയൽ വേൾഡ്. നമ്മുടെ റിയൽ വേൾഡുമായിട്ട് അവർക്ക് എക്സ്പോഷർ ഉണ്ട്. ദർ ഈസ് നോ കാർട്ടൂൺ സിൻഡ്രോം. അല്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ വിചാരിക്കും അവർ ഒരുപാട് വീഡിയോസ് കണ്ട് അവർ നാച്ചുറലായിട്ട് കുറേ കാര്യങ്ങൾ പഠിക്കും. ശരിയാണ്, അവർ വീഡിയോസ് കാണുമ്പോൾ അവർ അതിൽ നിന്നും കുറേ കാര്യങ്ങൾ പഠിക്കും. പക്ഷേ അവരുടെ ഉള്ളിൽ ഒരു കാർട്ടൂൺ സിൻഡ്രോം ഡെവലപ്പ് ചെയ്ത് അവരൊരു ഫാൻറ്റസി വേൾഡിലായിരിക്കും. ഒരു ആലിസ് ഇൻ വണ്ടർലാൻഡ് വേൾഡിലേക്ക് കുട്ടികൾ പോകും. അവർ ആ ഒരു വേൾഡ്, അപ്പം അവരുടെ റിയൽ വേൾഡുമായിട്ടുള്ള ഒരു കോണ്ടാക്റ്റ്, ഒരു എക്സ്പോഷർ അത് കുറഞ്ഞു വരും. ഓക്കെ, ഇങ്ങനെ കുട്ടികൾ ഒരു ഡിസ്നി വേൾഡിലേക്ക് പോകുന്നത് നമുക്ക് ഒഴിവാക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ സ്ക്രീൻ ടൈം കുറച്ച് നമ്മൾ അവർക്ക് റോൾ പ്ലേ ചെയ്ത് വളരെ നാച്ചുറലായി ഒരു റിയൽ വേൾഡുമായിട്ടുള്ള കോണ്ടാക്റ്റ് ഉണ്ടാക്കി കൊടുക്കണം. വളരെ കെയർഫുള്ളായി റിസർച്ച് ചെയ്ത് സെലക്ട് ചെയ്ത 20ഓളം റൈംസ് നമ്മളിവിടെ ചേർക്കുന്നുണ്ട്. ഈ റൈംസ് ഒക്കെ നിങ്ങൾക്ക് കുട്ടികൾക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. 4 നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ക്ലാപ്പ് യുവർ ഹാൻഡ്സ്, ഗുഡ് മോർണിംഗ് സോങ്, I am a little monkey, and if you're happy and you know it, clap your hands. The bear went over the mountain. Animals in action. Next, my hands on my head. Bend and stretch. Weather song. Down by the station. Head, shoulders, knees and toes. This is the way we brush. I can see 5 little kites. The world is big and beautiful. The bees go buzzing. Where do they live? A sailor went to the sea. Give little flowers, tasty flowers, roly-poly. ഇതൊക്കെയാണ് നമ്മുടെ റൈംസ് എന്ന് പറയുന്നത്. ഈ റൈംസ് ഒക്കെ നമുക്ക് നമ്മുടെ കുട്ടികളുടെ വൊക്കാബുലറി ഇംപ്രൂവ് ചെയ്യാൻ യൂസ് ചെയ്യാവുന്നതാണ്. ഇതൊരു എൻ്റർടൈനിങ്ങും അതോടൊപ്പം തന്നെ വളരെ ഇൻഫോർമേറ്റീവും ആയിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. ഓൾസോ കോമെൻറ്റ് ആൻഡ് ലെറ്റ് us know your opinions. അപ്പം ടിൽ ദ നെക്സ്റ്റ് വീഡിയോ, ബൈ. ഹായ്, എന്താണിത്? നമ്മുടെ പാള. ശരി വരുന്നുണ്ടോ? ഇത് കാണുമ്പോ പണ്ടത്തെ കാലമൊക്കെ ഓർമ്മ വരുന്നുണ്ടോ? ശരിയാണ്, നമ്മുടെ കുട്ടിക്കാലത്തെ പുഴയിലെ കുളിയും പാളയിലെ എണ്ണ തേപ്പിച്ച് കിടത്തി കുളിയും ഒക്കെ അല്ലേ? ഇതിൽ നിന്നുമൊക്കെ കിട്ടുന്ന ഒരു സുഖം വേറെ തന്നെയാണ്. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ നാടൻ രീതികളാണ് എപ്പോഴും ബെസ്റ്റ്. എന്നാൽ ഈ കാലഘട്ടത്തിൽ നമ്മുടെ ടെക്നോളജി മാറി എല്ലാവരും പട്ടണത്തിൽ അല്ലെങ്കിൽ പുറത്ത് വലിയ ഉദ്യോഗം നേടിയൊക്കെ പോകുമ്പോൾ ചില സന്ദർഭത്തിൽ നമ്മുടെ അച്ഛനമ്മമാരെയൊക്കെ കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥ. പിന്നെ സ്ഥലപരിധി കാരണം 4 മതിലുകൾക്കുള്ളിലുള്ള ഫ്ലാറ്റിലെ ജീവിതം കൊണ്ട് പണ്ട് കുളിയിലൂടെയും കളിയിലൂടെയും നേടിയത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മിസ്സാകുന്നു. അപ്പോഴാണ് ഇതാ നമ്മുടെ മോഡേൺ പുഴ കണ്ടോ? ഇതാ നമ്മുടെ ക്രീം പാള, കളർഫുൾ പാളയായി പോയല്ലോ. പയറുകൂടെയൊക്കെ മാറി ബോഡി വാഷായി. മാത്രമല്ല പാളയിലുള്ള കളികളൊക്കെ ബാത്ത് ടോയ്സ് ആയി മാറി. എൻ്റെ അമ്മച്ചി എപ്പോഴും പറയും, നീ ഉണ്ടായപ്പോ ഞാൻ കേരളത്തിൽ നിന്ന് പാള കൊണ്ട് അങ്ങോട്ട് വന്നു നിന്നെ കുളിപ്പിക്കാനെന്ന്. എന്തൊക്കെ പറഞ്ഞാലും പഴയകാല സുഖം
ഒന്നും കിട്ടില്ല കേട്ടോ. പക്ഷെങ്കിൽ നമ്മുടെ 4 ചുവരുകൾക്കുള്ളിൽ ഇതാണ് ഇപ്പോൾ വളരെ അത്യാവശ്യമായി വേണ്ടത്. അപ്പോൾ നമ്മുടെ ടൗൺ ലൈഫിലെ മോഡേൺ കുളിയും അതിന് ഉപയോഗിക്കുന്ന സാധനങ്ങളും കൊണ്ട് എങ്ങനെ നമ്മുടെ കുഞ്ഞിനെ ഡെവലപ്പ് ചെയ്യാം എന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മൾ ഇന്നിവിടെ കാണാൻ പോകുന്നത് വെള്ളത്തിലുള്ള കുളി എങ്ങനെ എളുപ്പമാക്കാം, വെള്ളത്തിൽ കുഞ്ഞുങ്ങൾ കളിക്കുമ്പോൾ ഉണ്ടാവുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്നാണ്. ബാത്ത്. ഇതാണ് ബാത്ത്. ഞാൻ ബേബി ഹഗ് ബ്രാൻഡ് ബാത്ത് ആണ് മേടിച്ചിരിക്കുന്നത്. എപ്പോഴും ഞാൻ പ്രിഫർ ചെയ്യുന്നതും ഇതാണ്. ഇത് ആമസോൺ, ഫസ്റ്റ് ക്രൈ എല്ലായിടത്തും വാങ്ങാൻ കിട്ടും. ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. വാങ്ങാൻ താല്പര്യമുള്ളവർ അത് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. രണ്ടാമത്തെ ഐറ്റം എന്ന് പറയുന്നത് ബാത്ത് ടോയ്സ് ആണ്. ഇതാണ് ബാത്ത് ടോയ്സ്. ഇതും നിങ്ങൾക്ക് ഫസ്റ്റ് ക്രൈയിലും ഓൺലൈനിലും എല്ലാം വാങ്ങിക്കാൻ കിട്ടും. ഇതിന്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. മൂന്നാമത്തേത് വാട്ടർ പ്രൂഫ് ബുക്കാണ്. ഇതും നിങ്ങൾക്ക് ഓൺലൈനിൽ വാങ്ങാൻ കിട്ടും. ഇതിന്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. വാട്ടർ പൂൾ ടബ്. ഇതും ഓൺലൈൻ അല്ലെങ്കിൽ ഫസ്റ്റ് ക്രൈയിൽ വാങ്ങിക്കാൻ കിട്ടുന്ന വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ്, ഈ കുഞ്ഞുങ്ങൾ കുറച്ചു നേരം വെള്ളത്തിൽ കളിച്ചാൽ അയ്യോ വെള്ളത്തിൽ കളിക്കല്ലേ, പനി പിടിക്കും എന്നൊക്കെ. പക്ഷേ നമ്മൾ അറിയാതെ പോകുന്ന ചില കാര്യങ്ങളുണ്ട്. കുഞ്ഞുങ്ങളുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും ശക്തിയും ബാലൻസും കൂട്ടാനും കോർഡിനേഷൻ നല്ലോണം ഇംപ്രൂവ് ചെയ്യാനും പഠിക്കാനും സോഷ്യൽ സ്കിൽസ് വളർത്താനും ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഈ ഐറ്റംസ് കൊണ്ട് ഞാൻ ചെയ്യുന്ന ചില കാര്യങ്ങൾ ഷെയർ ചെയ്യാം. ആദ്യം കുട്ടിയെ എണ്ണ തേച്ച് ബാത്ത് ടബിൽ ഇരുത്തുക. ഈ സമയം നമ്മൾ അവരോട് മാക്സിമം സംസാരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ വാട്ടർ പ്രൂഫ് ബുക്ക് തുറന്നു വെച്ച് കൊടുക്കുക. അതിൽ ഓരോ ചിത്രങ്ങളും കണ്ടും തൊട്ടും അവർ പഠിക്കട്ടെ. ചിലപ്പോൾ 1 മിനിറ്റ് ആയിരിക്കും അവരുടെ അറ്റൻഷൻ സ്പാൻ. അത് മതി. അങ്ങനെ ചിരിച്ചും കൂടെ പഠിച്ചും ഒരു 10 അല്ലെങ്കിൽ 15 മിനിറ്റ് കുട്ടികൾ അതിൽ കിടക്കട്ടെ. രണ്ടാമതായി ഈ ടബിന്റെ ഉള്ളിലെ ബോഡി അപ്പാരറ്റസ് മാറ്റി ടബിൽ വെള്ളം നിറച്ചിട്ട് അവരെ അതിൽ ഇരുത്തുക. എന്നിട്ട് നമ്മളുടെ ബാത്ത് ടോയ്സ് അതിൽ അങ്ങ് ഇട്ട് കൊടുക്കുക. ഞാൻ വാങ്ങിയിരിക്കുന്നത് ആനിമൽ ടോയ്സ് ആണ്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടാവും കേട്ടോ. അതിൽ കൈയിട്ടും കാലിട്ടും നമ്മുടെ കുഞ്ഞുങ്ങൾ അടിച്ചു പഠിക്കും. അതിനുശേഷം നമ്മൾ അപ്പാരറ്റസ് വീണ്ടും ഫിക്സ് ചെയ്ത് അതിൽ കിടത്തി സാവകാശം വെള്ളം ഒഴിച്ച് ഇങ്ങനെ കുളിപ്പിക്കണം. പ്ലേ ഔട്ട്. പ്ലേ ഔട്ടിൽ വേണ്ടത് ഞാൻ പറഞ്ഞ പോലെ ഉള്ള വാട്ടർ പൂൾ ടബാണ്. നമ്മളുടെ മുറ്റത്തോ പറമ്പിലോ ടെറസിലോ അല്ലെങ്കിൽ വെളിച്ചം കിട്ടുന്ന ഏത് സ്ഥലത്ത് വേണമെങ്കിലും വൈകുന്നേരങ്ങളിൽ ടബിൽ വെള്ളം നിറച്ച് കുട്ടികളെ അതിലിരുത്താം. അവർക്ക് ബാത്ത് ടോയ്സ് വിട്ടുകൊടുക്കാം. അവർ കളിക്കട്ടെ. ഒരുപാട് നേരം അവരെ അതിലെ കളിക്കാൻ അനുവദിക്കുക. ഇത് വളരെ നല്ലൊരു എക്സസൈസ് ആണ്. ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ് ഇത്. നമ്മൾക്കും അത് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് പറമ്പ് അല്ലെങ്കിൽ കുറച്ച് സ്ഥലമുള്ള ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ വീട്ടിൽ വീക്കെൻഡ്സ് ഒക്കെ പോയി ഇതുപോലെ കുഞ്ഞുങ്ങൾക്ക് എക്സ്പോഷർ കൊടുക്കുന്നത് വളരെ നല്ല കാര്യമാണ്. ഇനി ഇതൊന്നുമില്ലെങ്കിലും കുഞ്ഞുങ്ങൾ വളരില്ലേ എന്നൊരു ചോദ്യം നിങ്ങൾക്ക് ഉണ്ടാവും അല്ലേ? തീർച്ചയായും. ഇതാ നമ്മുടെ പാളയിലെ കുളി. പാള വാങ്ങി ബാത്റൂമിൽ വെച്ച് ആണെങ്കിലും കുളിപ്പിക്കാം കേട്ടോ. ഇഷ്ടമുള്ള ടോയ്സ് എല്ലാം അടുത്ത് വെക്കാം. ഓലത്തുമ്പത്തിരുന്നുയലാടും ചെല്ലപ്പൈങ്കിളി, എന്റെ ബാലഗോപാലനെ എണ്ണ ദീപിക്കുമ്പം പാടണി, വെള്ളം കോരിക്കൊളിപ്പിച്ചും കിന്നരി ചുമനി ചെയ്യ, എന്റെ മാറിപ്പളങ്കിപ്പം രാജപ്പുമുത്തായി പോയടി, ചൊല്ലി നാവേറരുതേ കണ്ടു കണ്ണീരരുതേ, പിളദോഷം കളയാൻ മുളുപുള്ളോൻ
ഓലത്തുമ്പത്തിരുന്നു എല്ലാടും ചെല്ലപ്പൈങ്കിളി. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ അവരുടെ കോർഡിനേഷൻ സ്കിൽസും ബാലൻസിങ്ങും ശക്തിയും കമ്മ്യൂണിക്കേഷൻ സ്കിൽസും എല്ലാം ഇംപ്രൂവ് ചെയ്യാൻ ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. എൻ്റെ കുഞ്ഞിന് നല്ല എക്സ്പോഷർ കൊടുക്കാൻ വേണ്ടി ഞാൻ ട്രൈ ചെയ്യുന്ന ചില കാര്യങ്ങളാണ് ഇവിടെ ഷെയർ ചെയ്തത്. അതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ യൂസ്ഫുൾ ആണ് എന്ന് തോന്നിയാൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നെ അറിയിക്കുകയും വേണം. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോ ഞാൻ ഗ്രോസ് മോട്ടോർ സ്കിൽസും ഫൈൻ മോട്ടോർ സ്കിൽസിനെയും കുറിച്ചായിരിക്കും പറയാൻ പോകുന്നത്. എല്ലാവരും കാത്തിരിക്കുക. താങ്ക് യു സോ മച്ച്. ഗ്രോ വിത്ത് കിയ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇങ്ങനെ പോയാൽ അടുത്ത വർഷം മോളെ സിവിൽ സർവീസിന് ചേർക്കൂലോ. കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഞാൻ എൻ്റെ മോൾക്ക് ബുക്സ് വായിച്ചു കൊടുക്കുന്നതിൻ്റെയും ബുക്ക് ഷെൽഫ് സെറ്റപ്പ് ചെയ്യുന്നതിൻ്റെയും പിക്ചേഴ്സ് ഇട്ടപ്പോൾ കുറച്ച് ഫ്രണ്ട്സ് എന്നോട് പറഞ്ഞു, ഇങ്ങനെ പോയാൽ അടുത്ത വർഷം നീ കുഞ്ഞിനെ എൻട്രൻസ് കോച്ചിങ്ങിന് വിടുമല്ലോ എന്ന്. ബുക്സ് വായിക്കലും പഠിത്തവും ഒക്കെ സ്കൂളിൽ പോയാലും ആവാം. ഇപ്പോൾ അവൾ നടന്നും ഇരുന്നും കളിച്ചും വളരട്ടെ എന്ന്. ഇത്ര ചെറുപ്പത്തിൽ ബുക്കൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ കുഞ്ഞുങ്ങളുടെ കണ്ണിന് പ്രശ്നം ഉണ്ടാവും എന്നൊക്കെ. ഇന്ന് മിക്ക ആൾക്കാരും ധരിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ഈ ബുക്സ് വായന സ്കൂളിൽ ചെല്ലുമ്പോൾ നടക്കും എന്ന്. നമ്മളിൽ പലരും കുഞ്ഞുങ്ങളുടെ വളർച്ചയിൽ അറിയാതെ പോകുന്ന ചില കാര്യങ്ങളുണ്ട്. ഞാൻ ഇന്ന് എൻ്റെ മോളുടെ ഡെവലപ്മെന്റിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ചില വിഭാഗങ്ങൾ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. ഓരോ കുഞ്ഞിൻ്റെയും വളർച്ചയിൽ പ്രധാനമായ ചില സ്റ്റേജസ് ഉണ്ട്. അതിൽ മുമ്പ് പറഞ്ഞതുപോലെ ഓട്ടവും ചാട്ടവും ഒരു ഗ്രൂപ്പിൽ വരുന്നത് മാത്രമാണ്. വളരെ കുഞ്ഞിലെ തന്നെ നമ്മൾ കുഞ്ഞുങ്ങളുടെ കൂടെ നിന്ന് അവരെ വളരാൻ ഹെൽപ്പ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്ന സ്റ്റേജസ് ഏതൊക്കെയെന്ന് നോക്കാം. ഒന്നാമത്തേത് സോഷ്യൽ സ്കിൽസ്, രണ്ടാമത്തെ ഫൈൻ മോട്ടോർ സ്കിൽസ്, മൂന്നാമത്തെ ഗ്രോസ് മോട്ടോർ സ്കിൽസ്. ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ സോഷ്യൽ സ്കിൽസിന്റെ ഇമ്പോർട്ടൻസും അതിന്റെ ഡെവലപ്മെന്റുമാണ് പറയാൻ പോകുന്നത്. സോഷ്യൽ സ്കിൽസ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരോട് ഇടപെടാനുള്ള ഒരു കഴിവാണ്. സോഷ്യൽ റിലേഷൻഷിപ്പ് വളർത്തുന്നത് കുഞ്ഞുങ്ങൾക്ക് സുരക്ഷിതത്വവും ആത്മവിശ്വാസവും ലോകത്തെയും ആളുകളെയും അറിയാനുള്ള കൗതുകവും ഉണ്ടാക്കുന്നു. അത് അവർക്ക് ബന്ധങ്ങളുടെ ആഴം അറിയുവാനും വികാരങ്ങളെ പോസിറ്റീവായി സമീപിക്കുവാനും പ്രശ്നങ്ങളെ അതിജീവിക്കുവാനും ഉള്ള കഴിവ് നൽകുന്നു. ആദ്യത്തെ ആക്ടിവിറ്റി റീഡിംഗ്. ഞാൻ റീഡിംഗ് മോൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 2ാമത്തെ മാസം മുതലാണ്. രണ്ടാമത്തെ ആക്ടിവിറ്റി മ്യൂസിക്. മ്യൂസിക് ആദ്യത്തെ മാസം മുതൽ തന്നെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. മൂന്നാമത്തെ ആക്ടിവിറ്റി പീക്കബു. പീക്കബു 3ാമത്തെ മാസം മുതലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. 4ാമത്തെ ആക്ടിവിറ്റി ടോക്ക് ടു അതേഴ്സ്. ജനിച്ചപ്പോൾ മുതൽ തന്നെ ഇത് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. 5ാമത്തെ ആക്ടിവിറ്റി ടോക്ക് വിത്ത് ദ നേച്ചർ. 3ാമത്തെ മാസം മുതലാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. 6ാമത്തെ ആക്ടിവിറ്റി ടോക്ക് ടു ദ ബേബി. കുഞ്ഞ് ജനിച്ചപ്പോൾ മുതൽ തന്നെ മോളോട് ഞാൻ സംസാരിക്കുവാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് ഇനി ഓരോന്നോരോന്നായി നോക്കാം. വായന കൊണ്ടുള്ള ഉപകാരം എന്താണെന്ന് വെച്ചാൽ അത് നമ്മളുടെ ഇമാജിനേഷനും ലോകവിവരവും വളർത്തുവാൻ സഹായിക്കും. പക്വത കൊണ്ടുവരാനും സഹായിക്കും. നമ്മളെ ഉന്നതങ്ങളിലേക്കും എത്തിക്കുന്നു. ആദ്യത്തെ 3 മാസങ്ങളിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജസ് ഉള്ള ഫ്ലാഷ് കാർഡ്സ് കുഞ്ഞുങ്ങളെ കാണിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്താണ് റീഡിംഗ് സ്കിൽസ് വളർത്തേണ്ടത്. ഇതാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജസ് ഉള്ള ഫ്ലാഷ് കാർഡ്സ്. ഇത് നമുക്ക് ഓൺലൈനും സ്റ്റോഴ്സിലൊക്കെ മേടിക്കാൻ പറ്റും. ഇത് അവൈലബിൾ ആണ്. ഇതാണ് ഏർലി ഫസ്റ്റ് 3 months വെരി യൂസ്ഫുൾ ആയിട്ടുള്ള ഫ്ലാഷ് കാർഡ്സ് എന്ന് പറയുമ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജസ് ഉള്ള കാർഡ്സ്. അപ്പം അത് നമുക്ക് മേടിക്കാൻ കിട്ടും. ഇനി മേടിക്കാൻ താല്പര്യമില്ലെങ്കിൽ നമുക്ക് തന്നെ ഉണ്ടാക്കാവുന്നതാണ്. ഇഷ്ടമുള്ള പിക്ചേഴ്സ് സെലക്ട് ചെയ്യുക, അതിൻ്റെ പ്രിന്റ് ഔട്ട്സ് എടുക്കുക, അല്ലെങ്കിൽ നമുക്ക് വരയ്ക്കാവുന്നതാണ് ബ്ലാക്ക് സ്കെച്ച് വെച്ചിട്ട്. ഫസ്റ്റ് 3 months ആയ കുട്ടികൾക്ക് കളേഴ്സ് റെക്കഗ്നിഷൻ ഇല്ല, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജസ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അത് മാത്രം എടുത്തിട്ട് ഓരോ ദിവസവും നമുക്കത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അവർക്കത് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്ത് തുടങ്ങാം. അതാണ് ഫസ്റ്റ് 3 months കുട്ടികൾക്ക് വേണ്ട ഒരു റീഡിങ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അടുത്ത ബുക്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് 3 months ആയ കുട്ടികൾക്ക് വേണ്ട ബുക്സ് ആണ്. അസ്ബോണിന്റെ ബുക്സ് ആണ് ഞാൻ മേടിച്ചേക്കുന്നത്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജസ് ആണ്. സോ ഫസ്റ്റ് 3 months ആയ കുട്ടികൾക്ക് കളർ റെക്കഗ്നിഷൻ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബുക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതെല്ലാം ഓൺലൈൻ
നിങ്ങൾക്ക് അവൈലബിൾ ആണ്, അല്ലെങ്കിൽ ബുക്ക് സ്റ്റോൾസിൽ നമുക്ക് കിട്ടും. സോ ഇങ്ങനത്തെ കുറേ സീരീസ് ഓഫ് ബുക്സ് ഞാൻ മേടിച്ചു. ഓരോ ദിവസം ഓരോ ആനിമൽസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യിപ്പിച്ചു. ഇവിടെ ഒരു മെയിൻ എയിം എന്ന് പറയുന്നത് ഈ ഒരു ബുക്ക് അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യിപ്പിക്കുക, അവരെ ഇതിനൊക്കെ എക്സ്പോഷർ കൊടുക്കുക. അപ്പം അവർക്ക് ഒരു പരിചയം വരും. അത് ഓരോ ദിവസം അവരെ വളർത്താൻ ഹെൽപ്പ് ചെയ്യും. മേ ബി ഡിഫറെൻറ്റ്, ഒരു ഹാപ്പി ബേബി, ബിസി ബേബി ക്യാരക്ടേഴ്സ്, ഹംഗ്രി ബേബി, പീക്കബു ബേബി. ഓരോ ദിവസം അവരത് കണ്ട് വളർന്ന ഒരു എക്സ്പോഷർ കിട്ടുമ്പോഴാണ് അവർ വരുന്ന ഡെവലപ്മെന്റൽ സ്റ്റേജസിൽ പലപ്പോഴും ഈ ഒരു പുതിയ പുതിയ ഫേസസ് അവർ കാണുമ്പോൾ അത് ഓവർകം ചെയ്യാൻ, അത് റീഡ് ചെയ്യാനുള്ള അവരുടെ കേപ്പബിലിറ്റിയോ കപ്പാസിറ്റിയോ വളരുന്നത്. സോ ഇതൊരു വേറൊരു ബുക്കാണ്, ബേർഡ്സ്, ട്രീസ്, നേച്ചറിനെ പറ്റി പഠിക്കാനും. അപ്പം ഇത് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക, അപ്പോൾ അവരുടെ ഒരു വിഷൻ അതിലേക്ക് വരിക, അതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സീരീസ് ഓഫ് ഒസ്ബോണിന്റെ ബുക്സ് ആണ്. ഇത് ഓൺലൈൻ എല്ലാം അവൈലബിൾ ആയിരിക്കും. ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്ന ഒരു ഏർലി ലേണിങ്ങിനുള്ള ഒരു സീരീസ് ഓഫ് ബുക്സ് ആണ്. അത് നിങ്ങൾക്കും ട്രൈ ചെയ്യാവുന്നതാണ്. ഈ ബുക്കിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതാണ് മ്യൂസിക്കൽ ബോർഡ് ബുക്ക്. ഇത് 3 മാസം കഴിഞ്ഞിട്ടാണ് കുഞ്ഞുങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സൈഡിൽ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾ കുട്ടികൾക്ക് ഈ ബുക്ക് വായിച്ചു കൊടുക്കുമ്പോൾ ഓരോ സെൻറ്റൻസിലും അതിൻ്റെതായ മ്യൂസിക്കൽ ക്യാരക്ടർ വരും. അത് പ്രസ് ചെയ്താൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. കുട്ടികൾ ശ്രദ്ധിച്ചിരിക്കുകയും അത് ഉത്സാഹത്തോടു കൂടി ബുക്ക് നോക്കുകയും ചെയ്യുന്നു. ഇതാണ് കളർഫുൾ ബുക്സ്. ഇതെല്ലാം 3 മാസം കഴിഞ്ഞാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഞാൻ ഇതുപോലെ ഒരു 320 ബുക്സ് മേടിച്ചിട്ടുണ്ട്. ബോർഡ് ബുക്സിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതൊരിക്കലും കീറുകയുമില്ല, ചുളുങ്ങുകയുമില്ല. ഈ കുഞ്ഞു കുഞ്ഞു ബുക്സ് കണ്ടോ, ഇതൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ആനിമൽസ്, പ്ലാന്റ്സ്, പല ടോപ്പിക്സും ഇതിൽ കവർ ചെയ്തിട്ടുണ്ട്. കുഞ്ഞുങ്ങളുടെ വിഷ്വൽ ഡെവലപ്മെന്റും ബ്രെയിൻ ഡെവലപ്മെന്റിനും ഇത് ഒരുപാട് സഹായിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും വാങ്ങാവുന്ന ഒരു പുസ്തകമാണ് ഇത്. മ്യൂസിക് കുഞ്ഞുങ്ങൾ ജനിച്ച സമയം മുതൽ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അത് അവരുടെ ബ്രെയിൻ ഡെവലപ്മെന്റിനും അവരുടെ സംസാര ശക്തി വളർത്തുന്നതിനും വളരെയധികം ഉപകാരപ്രദമാണ്. Twinkle, twinkle, little stars, how I wonder what you are. Up above the world so high, like a diamond in the sky. പീക്കബോ എന്ന് പറഞ്ഞാൽ ഒളിച്ചു കളിയാണ്. ഈ കളി കുഞ്ഞുങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ, എക്സ്പ്രഷൻ ലെവൽ, സെക്യൂരിറ്റി ഫീൽ ഇവയെല്ലാം വളർത്തുവാൻ സഹായിക്കുന്നു. ഈ ഗെയിം ആദ്യത്തെ മാസം മുതൽ തന്നെ കളിച്ചു തുടങ്ങേണ്ടതാണ്. ടോക്ക് ടു ദ നേച്ചർ. 3 മാസം മുതൽ കുഞ്ഞുങ്ങളോടൊപ്പം പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. പ്രകൃതിയിലെ ഓരോ ചെടികളെയും പൂക്കളെയും ഇലകളെയും പറ്റി സംസാരിക്കുന്നത് വളരെ നല്ലൊരു ടെക്നിക്കാണ്. അത് അവർക്ക് ഒരുപാട് എക്സ്പോഷർ കൊടുക്കുകയും അവരുടെ പഞ്ചേന്ദ്രിയങ്ങളെ സ്റ്റിമുലേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ടോക്ക് ടു അതേഴ്സ്. ജനിച്ചപ്പോൾ മുതൽ തന്നെ ഇത് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. ആത്മവിശ്വാസവും ലോകത്തെയും ആളുകളെയും അറിയാനുള്ള കൗതുകവും ഉണ്ടാക്കുന്നു.
അത് അവർക്ക് ബന്ധങ്ങളുടെ ആഴം അറിയുവാനും വികാരങ്ങളെ പോസിറ്റീവായി സമീപിക്കുവാനും പ്രശ്നങ്ങളെ അതിജീവിക്കുവാനും ഉള്ള കഴിവ് നൽകുന്നു. ടോക്ക് ടു ദ ബേബി ഒരുപാട് പ്രധാനമുള്ള ഒരു ഭാഗമാണ് കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ തന്നെ അവരോട് സംസാരിക്കുക എന്നുള്ളത്. ഹൈ പിച്ചിൽ സംസാരിക്കുമ്പോൾ അവർ പുതിയ വാക്കുകൾ പഠിക്കുകയും അവരും നമ്മളും ആയി അടുത്ത ഒരു ബന്ധം ഉണ്ടാവുകയും ചെയ്യുന്നു. നമ്മളുടെ ഫേഷ്യൽ എക്സ്പ്രഷനിൽ നിന്നും പലതും അവർ പഠിക്കുകയും ചെയ്യുന്നു. Kiara Alvin Koshi. What's your name? Kiara Alvin Koshi. Say, I am Kiara Alvin Koshi. My name's Kiara Alvin Koshi. Good job. Say, my name's Kiara Alvin Koshi. Very nice. Say, I am Kiara Alvin Koshi. 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 Koshi is my grandpa. Who is Koshi? My grandpa. Grandpa. Who is Alvin? My papa. Say papa. Papa. Who is Kiara? Kiara? Who is Kiara? I am Kiara. Kiara Alvin Koshi. Say Koshi. Koshi. I am from Koshi's family. Kiara Alvin Koshi is my name. ഈ ചെറുപ്രായത്തിൽ ഇതെല്ലാം ചെയ്താൽ അവർക്ക് ഒന്നും മനസ്സിലാവില്ല എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ ഒരു കുഞ്ഞിൻ്റെ തലച്ചോർ പ്രായമുള്ള ഒരാളുടെ തലച്ചോറിനേക്കാൾ ഷാർപ്പാണ്. 1000 ഇൻഫർമേഷൻ ഒറ്റയടിക്ക് പ്രോസസ്സ് ചെയ്യാനുള്ള കഴിവ് കുഞ്ഞുങ്ങൾക്കുണ്ട്. ഇന്നത്തെ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ ഫൈൻ മോട്ടോർ സ്കിൽസ് ആൻഡ് ഗ്രോസ് മോട്ടോർ സ്കിൽസിനെ പറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. അതിനായി കാത്തിരിക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്.